ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേൽ ജനത്തിനെയാണ് നമ്മൾ അവിടെ ഓർമ്മിച്ചത്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പറ്റിയാണ്. അവര് 430 വർഷം ഈജിപ്തില് അടിമത്തത്തിൽ ജീവിച്ചപ്പോൾ തോന്നിയ പോലെ ജീവിച്ചു. അതിനുശേഷം അവരെ വിടുവിച്ച് കൊണ്ടുവന്ന് അവർ സീനായി മലയിൽ വെച്ച് ദൈവം അവർക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആ പാപം വീണ്ടും ജീവിപ്പിക്കുകയാണ് ന്യായപ്രമാണത്തിൽ കൂടെ ചെയ്തത് എന്നാണ് നമ്മൾ പറഞ്ഞത്. വേഗത്തിലാണ് പറയുന്നത്. മണിക്കൂറിൽ എടുത്തു കഴിഞ്ഞാലേ നമുക്കത് വിശദമായിട്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. എന്നാലും നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുകയാണ് എന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. നിത്യതയെ സ്നേഹിക്കുന്നവരൊക്കെയും ബൈബിൾ പഠിക്കുവാനും അത് ഗ്രഹിപ്പാനും പ്രാർത്ഥിപ്പാനും നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കൂടുതൽ സമയം ചെലവഴിച്ച് വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അറിയിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. ഇനി 10ാം വാക്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായിട്ട് തീർന്നുവെന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അവിടെ എന്താണ്? പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ കൊല്ലുകയും എന്നെ ചതിക്കുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലത് തന്നെ. എന്നാൽ നന്മയായുള്ളത് എനിക്ക് മരണകാരണമായിട്ട് തീർന്നോ എന്നോ ഒരു നാളും അല്ല. അത്രയും മരണമായിട്ട് തീർന്നത് അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപമെന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായിട്ട് തീരേണ്ടതിനും തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മളെ കൊന്നത് ന്യായപ്രമാണമാണോ? യഥാർത്ഥത്തിൽ നമ്മളെ പീഡിപ്പിച്ചത് ന്യായപ്രമാണമാണോ? അല്ല, നമ്മളിലുള്ള പാപം അത്രേ. അത് ഞാൻ അധികം വിശദീകരിക്കുന്നത് കാരണം താഴെ ഒരു വചനത്തെ പറ്റി അല്പം ഏറെ സംസാരിക്കേണ്ടതുകൊണ്ട് വിശദീകരിക്കണം. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം ദൈവം തന്നത് അത് വിശുദ്ധമായിരിക്കുന്ന കൽപ്പനയാണ്. അത് പക്ഷേ ആ കൽപ്പന വന്നതുവഴി ഞാൻ മുമ്പേ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു, യഥാർത്ഥത്തിൽ നമ്മളെ ഇപ്പം ഒരു കുറ്റം ചെയ്തിട്ട് നമ്മുടെ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കെതിരെ മരണശിക്ഷ കോടതി വിധിക്കുന്നതിന്റെ കാരണം ആ രാജ്യത്തിന്റെ നിയമത്തിൽ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ഈ തെറ്റിന് മരണശിക്ഷയാണെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ടല്ല നമുക്കത് കിട്ടുന്നത്. മറിച്ച് എന്താണ്? നമ്മളെ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ആ നിയമം നമ്മുടെ മേൽ കർത്തൃത്വം ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ യഥാർത്ഥ ന്യായപ്രമാണമല്ല നമ്മളെ കൊല്ലുന്നത്. മറിച്ച് എന്താണ്? നമ്മളുടെ പാപമാണ് ഈ പ്രമാണത്താൽ നമ്മളെ കൊല്ലുന്നത്. അപ്പൊ നമ്മളുടെ പാപം ഇല്ലെങ്കിൽ പ്രമാണത്തിൽ നമ്മുടെ മേൽ ശക്തിയുണ്ടോ? ശക്തിയില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം.